സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂടല്ലേ ഈ വർഷം ഏറ്റവും കൂടുതലാന്ന് തോന്നുന്നു. അതെ ആരെങ്കിലും ഇപ്പം സൗദിയിലെക്കാട്ടി ചൂടാതെ ഇവിടെ തോന്നുന്നു. അതെ അതെ എമ്മാതിരി ചൂട് ഇരിക്കാൻ പറ്റുന്നില്ല. ലക്ഷണ എന്താണിപ്പോ ഇത്? കയ്യിൽ നേരത്തെ പോകുമ്പോൾ ഒരു കന്നാസ് ഉണ്ടായിരുന്നു, അതിൽ നിറയെ എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നു. എന്താണ് മറ്റേ ഇവരേജ് കൂട്ടിയ കൊണ്ട് വല്ല നാട് നേട്ടായി പോയാ കുഞ്ഞിനാട്ടുണ്ട് പറയുന്നത്. എന്തായാലും നീ റാക്കറ്റ് എടുത്ത് തുടങ്ങിയാ ആൾക്കാരെ പട്ടം പായത് വെള്ളത്തിന് വേണ്ടി. ഞാൻ കുടിക്കാനും വെള്ളം കിട്ടും നോക്കാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചറിയാം. അല്ലെങ്കിൽ ലക്ഷണ ആടൊക്കെ ഉണ്ടോ? ഒന്നും പറയണ്ട പോയിനാട്ടാ. നേരത്തെ കുഞ്ഞമ്പോട്ടന്റെ പൂവെല്ലാം നമ്മൾ വെള്ളം എടുത്തോണ്ടിരുന്നത്. ഇന്ന് രാവിലെ പോകുമ്പോഴത്തേക്ക് കുഞ്ഞമ്പോട്ടൻ വരുന്നു ഒരു തുള്ളി വെള്ളം എടുക്കാൻ പോയില്ല. എന്തോടെ കുറെ ജലനീതി ജലം പറഞ്ഞ ആൾക്കാർ നടക്കുന്നുണ്ടായില്ല. പേപ്പറിൽ ഫിറ്റ് ഒന്നും ആയില്ലേ? എവിടെ ആവാനാ സുരേഷ്? ജലനിധിന്നും പറഞ്ഞ് കുറെ ആള് കീശ വീഴ്ത്തിട്ട് കുറെ ആള് കുടുംബം പറയണ്ട. അപ്പൊ അതും ശരിയാവില്ലേ? ശരിയാവും ശരിയാവും. കുറെ ആളെ വയറിറങ്ങി കുറച്ച് പൈസ പോക്കറ്റിൽ പോകും. അത്ര തന്നെ വേറെ ശരിയാവാൻ. കമ്മാരാ നീ ഇപ്പൊ കുളിക്കല് എഴുത്തലെന്ന് വിളിച്ചേ എന്താ വേഷായത്? ഇത്രയും പറയേണ്ട കുഞ്ഞാവട്ടാ. അപ്പുറത്തെ തോട്ടിലെ കല്ലിന്റെ അടുത്ത് ചെറിയൊരു വേറുണ്ട്. അവിടെ ഇച്ചിരി വെള്ളം കിട്ടും. അപ്പൊ അത് ചിരട്ടോണ്ട് അവിടെ കോരിയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ പോകും. എത്ര വെള്ളമുണ്ടായ സ്ഥലമാണ് നമ്മുടെ നാട് അല്ലേ? എത്ര ഇപ്പം നോക്കിയാലും 25 പോലും 30 പോലും 40 പോലും കൂടിയാലും ഒരു തുള്ളി വെള്ളം കിട്ടാൻ അങ്ങനത്തെ അവസ്ഥയായിട്ട് മാറി. അല്ലല്ലോ സുരേഷ്, നമ്മള് മലയാളികള് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്ന സാധനമാണ് വെള്ളം. അതെ അതെ. അപ്പൊ നമുക്ക് ഈ പാത്രം പഠിക്കാനും തുണി വിളമ്പാനും എത്ര വെള്ളം വേണം? അത് വെറുതെ കളയലാണ്. നിങ്ങളുടെ ഇക്കറ എന്തിനോട്ടോ? അയ്യോ എന്റെ സുരേഷ് ഭയങ്കര നടുവേദന. ഇന്നലെ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എന്ന് പറയണ്ട. കൂടുതലും പിടിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ എന്റെ സുരേഷ് കുഞ്ഞാവട്ടെ ഇല്ല നോക്കണ്ട ഇരിക്കൂല. ഇപ്പൊ ഒരു വീട്ടുപറമ്പില് 5ഉം 10ഉം തൊഴിലാണുള്ളത്. നമ്മളെ പൈസ നമ്മള് പോയത് 5 കുഴിക്കും 10 കുഴിക്കും. നിങ്ങൾക്ക് എന്താ ചെയ്യണം? നിങ്ങൾ കൊഴിച്ചാണ് ഒരു ചെയ്തൂല. കുഴിച്ച് കുഴിച്ച് ഭൂമിയുടെ അടിയിൽ വെള്ളമില്ലാണ്ടായി. കുഴിച്ച് അമേരിക്കയിലെത്തട്ടെ ഗർഭത്തിലൂടെ. ഓന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ചെയ്തുകൊണ്ടെന്ന്. അതെങ്ങനെ? ഈ ഭൂമിയിൽ എല്ലാവർക്കും അവകാശപ്പെട്ട വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യ കിണരുന്നും നിന്റെ പൂവിൽ നിന്നും നമ്മൾ വെള്ളം എടുക്കുന്നില്ലല്ലോ. എന്താ ഈ ഭൂമിയിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഈ കിണറിനും പൂവെല്ലാം എല്ലാം വരുന്നത്. മുന്നാവട്ടാ ഭൂമിയിലുള്ള വെള്ളത്തിൽ ഒരു ഭൂരിഭാഗവും ഉപ്പ് വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റില്ല. ബാക്കിയിലെ കുറെ വെള്ളം അന്റാർട്ടിക്കയിലും അതുപോലെ ഹിമാലയത്തിലുള്ള മഞ്ഞുപാളിയായിട്ട് കിടക്കുന്നു. അതും പറ്റില്ല. ബാക്കി എത്ര 1% ഉള്ളു കുടിക്കേണ്ട വെള്ളം. 1% അവിടെ മാത്രമേ കുടിക്കാൻ പറ്റുന്ന വെള്ളമുള്ളൂ. അതേ നമുക്ക് കുടിക്കാൻ പറ്റും. അതന്നെ പൂജ അതിന് ചൂഷണം ചെയ്ത് കഴിഞ്ഞില്ലേ? നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇപ്പൊ പച്ചിമൃഗാദികൾക്കുള്ള ഇവിടെ വെള്ളം കിട്ടുന്നത് കുഴലിൽ പോയിട്ട് അവർക്ക് ഇറങ്ങിയിട്ട് കുടിക്കാൻ പറ്റുമോ? അത് നമ്മ കൊടുക്കണം. നമ്മ എടുത്ത് വെച്ച് കൊടുക്കണം. നമ്മള് വീടിന് മുമ്പിൽ കുറച്ചൊരു ചെറിയ പാത്രത്തിൽ വെള്ളാക്കി വെക്കുക അവർക്ക് കുടിക്കാൻ വേണ്ടി. അതെ മനുഷ്യനെ കുടിക്കാൻ കിട്ടുന്നില്ല. നിന്റെ മൃഗത്തിന്റെ അല്ലേ? ഈ പച്ചവെള്ളത്തിന്റെ രുചി എന്താണെന്ന് കുതിരാവട്ടിന് അറിയാം. എന്റെ സുരേഷ് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പച്ചവെള്ളം ആരെങ്കിലും രുചിച്ച് കുടിക്കാറുണ്ടോ? രുചിച്ച് കുടിക്കുന്ന ആൾക്കാരുടെ ലക്ഷണം ഈ അറബികള് ഓരോ തുള്ളി വെള്ളവും അവരെ നാവിൽ വെച്ച് രുചിച്ചാണ് കുടിക്കുക. അങ്ങനെ കുടിക്കണമെന്നാ പറയുന്നത്. ഈ ജീവിതം എന്ന് പറഞ്ഞാല് പടച്ചോന്റെ വരതാണെന്നാണ് അവരുടെ വിശ്വാസം. നമ്മള് വെള്ളം എടുത്തിട്ട് അണ്ണാക്കിലോട്ട് ഇങ്ങനെ കമിഴ്ത്തല്ലേ ചെയ്യുന്നത്. അതെ മോട്ടർ അടിക്കും പോലെ. അതെ എന്റെ ലക്ഷ്മണ, നമ്മൾ ഈ നാടിന്റെ ഐശ്വര്യം ഈ പുഴ ഇപ്പൊ കണ്ടിട്ടില്ല. വേനൽക്കാലം നമ്മളെ രക്ഷയായിരുന്നു ഈ പുഴ. പുഴക്ക് തടയണ കെട്ടി കയങ്ങളെല്ലാം ഇല്ലാണ്ടാക്കി. ഈ എന്നാ കെട്ടി തടയണമെങ്കിലോ മണല് വന്ന് നിറഞ്ഞിട്ട് ആഴുമില്ല. വെള്ളത്തിന്റെ കുളം മണലെടുക്കാൻ വിടുകയും ചെയ്യില്ല. അതും പരിസ്ഥിതി പ്രശ്നം. അതും പരിസ്ഥിതി പ്രശ്നം. പിന്നെ വെള്ളയുടെ പുഴയിൽ നിൽക്കേണ്ടത് നമ്മുടെ പുഴ നശിപ്പിക്കുന്നേ. നശിപ്പിച്ച് താറുമാറാക്കി. ഈ പുഴയും പറ്റി തോടും പറ്റി. പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ നടന്നു പോയ വയ്യായത് ഇപ്പൊ പറഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ കാലെടുത്ത് പോകണം. സർക്കസ് കളിച്ചിട്ട് എന്റെ സുരേഷ് മരം മുഴുവൻ നമ്മ വെട്ടി വെട്ടി. എന്നാ ഒരു മരം വെട്ടി പിടിപ്പിക്കും. നടലുണ്ടല്ലോ പരിസ്ഥിതി ദിനത്തില് എല്ലാ സന്നദ്ധ സംഘടനകളും ബാക്കിയുള്ളവരും എല്ലാ ദിക്കിലും പോയി മരം നടും, ഫോട്ടോ എടുക്കും, മീഡിയയിൽ കൊടുക്കും, പേപ്പറിൽ കൊടുക്കലും ചെയ്യും.
പക്ഷേങ്കില് പിന്നെ അതിന്റെ കാര്യം ആരും തിരിഞ്ഞു നോക്കില്ല. ഒറ്റ മാറും പോലും ജയിച്ച ചരിത്രമില്ല. ഇല്ല, ആരും നോക്കൂല. ഒന്നിക്ക് കന്നുകാലി തിന്നു, അല്ലെങ്കിൽ മനുഷ്യന്മാരെ കൂട്ടിച്ച് കളി, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. ഇതങ്ങനെ ഒന്നാണ്. നടാൻ എല്ലാവരും ഉണ്ട്, സംരക്ഷിക്കാൻ ആരും ഇല്ല. അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നില്ല. അത് പിന്നെ ഏത് പരിപാടി ആയാലും തന്നെ. ഇപ്പൊ പിന്നെ കുഞ്ഞാട്ടാ കോൺക്രീറ്റ് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഇറങ്ങൂല. ചുറ്റും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല വിടുന്നത്. അത് പിന്നെ നമ്മ കയറാനില്ല. എന്റെ ഒരു ചങ്ങായിമാരെ ഈ കാര്യങ്ങളൊക്കെ നമ്മ പറയുന്നത് ആരും തോപ്പിക്കാനൊന്നുമല്ല. നമ്മെ ആരും തോപ്പിക്കാനൊന്നുമല്ല ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. ഇത് നമ്മൾ തോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ കുഞ്ഞാവട്ടെ, നമ്മൾ നോക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി ഒരു യുദ്ധം ഉണ്ടെങ്കിൽ വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം അങ്ങനെയുള്ള ഒന്നുണ്ട്. ഇനി ഉണ്ടാകുന്ന യുദ്ധം ഉണ്ടാവേണ്ടി പോകുന്നത് കുറ്റേണ്ട വെള്ളത്തിന് വേണ്ടിയാണ്. ഓൾറെഡി പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ ബാംഗ്ലൂർ അവസ്ഥ നമ്മൾ കാണുന്നില്ലേ? എന്താണ് അവസ്ഥ? അത്രയേ ഉള്ളൂ. ചെടി നനച്ചാൽ കുറ്റം, പിന്നെ കുളിച്ചാൽ കുറ്റം, ഇങ്ങനെല്ലാം കാറ് കഴുകിയാൽ കുറ്റം, അതിനെല്ലാം ഫൈനാണ്. ഇപ്പൊ അങ്ങനെയായി. ഇനി വേറെ കാര്യമുണ്ട് കുഞ്ഞാട്ടാ. അല്ല കുഞ്ഞാട്ടാ, നമ്മളെ ഭൂമി തന്നെ മൊത്തം മരുഭൂമിയായി മാറും. ഒരു സംശയം വിചാരിക്കട്ടെ. ഇനിയെങ്കിലും നമ്മള് പ്രകൃതിദത്തമായി കിട്ടുന്ന വെള്ളത്തിനെ സംരക്ഷിച്ച് നിർത്തിയാലേ ഇനി വരുന്ന തലമുറക്കെങ്കിലും ഒരു ഭാവി ഉണ്ടാവും. ഇല്ലെങ്കിൽ വളരെ കഷ്ടായിരിക്കും. എന്റെ മുന്നോട്ടാ അത് ശരിയാണ്. ഇനിയുള്ള യുദ്ധം നമ്മൾ ഈ വെള്ളത്തിന് വേണ്ടിയായിരിക്കും. ഒരു സംശയമില്ല. അതല്ലേ. +2 പഠനം കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550, 9446007032, 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.